Hey guys, welcome back to NK. So guys, അപ്പോൾ നമ്മൾ ഇന്ന് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ പ്രിവ്യൂ കണ്ട ഒരു ടർബുലൻറ്റ് ഷേക്ക് അങ്ങനെ വളരെ സിമ്പിളായിട്ട് ആ ലൈറ്റ് മോഷനിൽ ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ്. സോ ഗൈസ് അതിനുവേണ്ടി നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. സോ ഗൈസ് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. സോ ഗൈസ് അപ്പോൾ ഞാനിവിടെ ലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്ത ഒരു പ്രൊജക്റ്റ് ഇതേപോലെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഓരോ എഫക്ട്സ് ആയിട്ട് ആഡ് ചെയ്യാം. ഫസ്റ്റത്തെ ക്ലിപ്പ് സെലക്ട് ചെയ്യുക, എഫക്ട്സിൽ ആഡ് എഫക്ട്സിൽ ബ്ലറിൽ നമ്മൾ വന്നിട്ട് ഗോഷ്യൻ ബ്ലറാണ് ഫസ്റ്റ് തന്നെ നമ്മൾ ആഡ് ചെയ്യുന്ന എഫക്ട്സ് എന്ന് പറയുന്നത്. നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ഫസ്റ്റ് ഒരു കീ ഫ്രെയിം ഇതേപോലെ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു 0.30 ഏകദേശം സെൻറ്ററിലായിട്ട് വന്നിട്ട് അടുത്തൊരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. സെൻറ്ററിലുള്ള കീ ഫ്രെയിമിൻ്റെ വാല്യൂ 0 ആക്കുക. ഫസ്റ്റുള്ള കീ ഫ്രെയിമിൻ്റെ വാല്യൂ ഒന്ന് ഒരു 0.2ലേക്ക് സെറ്റ് ചെയ്യുക. അത് ഇതേപോലെ എന്ത് ചെയ്യുക ഫസ്റ്റിലേക്ക് സെറ്റ് ചെയ്യുക. നമ്മൾ കർവ് ഓപ്ഷനിൽ വന്ന ശേഷം ഈ ഒരു കർവ് നമ്മൾ കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്മൾ ബാക്ക് വരിക. എഗെയിൻ നമ്മൾ ആഡ് എഫക്ട്സിൽ വരിക. ബ്ലറിൽ വന്ന ശേഷം നമ്മൾ മോഷൻ ബ്ലർ ആഡ് ചെയ്ത് കൊടുക്കുക സ്റ്റാൻഡേർഡ് സെറ്റിങ്സിൽ. അതിൻ്റെ വാല്യൂ ഒന്ന് നമ്മളൊരു 0.6ലേക്കൊക്കെ ഇതേപോലെ കറക്റ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുക. എഗെയിൻ നമ്മൾ ആഡ് എഫക്ട്സ് കളർ ആൻഡ് ലൈറ്റിൽ വരിക. നമ്മൾ എക്സ്പോഷർ ആൻഡ് ഗാമയാണ് ആഡ് ചെയ്യേണ്ടത്. സ്റ്റാൻഡേർഡ് സെറ്റിങ്സിൽ ഇതേപോലെ ആഡ് ചെയ്യുക. ഇതിലും വന്ന് നമ്മൾ കുറച്ച് വാല്യൂസ് ആഡ് ചെയ്യാണ്ട്, അതായത് എക്സ്പോഷർ ഒന്ന് സെറ്റ് ചെയ്യണം. അതിനുവേണ്ടി ഫസ്റ്റ് ഒരു കീ ഫ്രെയിം, അതുപോലെ എൻഡിലായിട്ടാണ് നമ്മൾ അടുത്തൊരു കീ ഫ്രെയിം വരുന്നത്. സോ ഫസ്റ്റുള്ള കീ ഫ്രെയിമിൻ്റെ വാല്യൂ ഒന്ന് 1ലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. എൻഡിലുള്ള കീ ഫ്രെയിമിൻ്റെ വാല്യൂ ഒന്ന് -1ലേക്കും സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതേപോലെ സെറ്റ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ ഈ ഒരു കർവ് സെറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു കർവ് നമ്മൾ സെറ്റ് ചെയ്യുകയാണ്. ഈ ഒരു കർവ് വന്ന് നമ്മൾ എന്ത് ചെയ്യുക കോപ്പിയോടെ ചെയ്തെടുക്കുക. നമ്മൾ ബാക്ക് വന്ന ശേഷം എഗെയിൻ നമ്മൾ ആഡ് എഫക്ട്സിലേക്ക് വരിക. ആഡ് എഫക്ട്സിൽ വന്നിട്ട് റാസ്റ്റർ ട്രാൻസ്ഫോം എന്ന് പറഞ്ഞൊരു എഫക്റ്റ് ഉണ്ട്. അത് ഇതേപോലെ സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്തെടുത്ത ശേഷം നമ്മളിതിൽ സ്കെയിലുണ്ട്. ഇതിൽ സ്കെയിലാണ് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടത്. സോ അതിലും വന്ന് നമ്മൾ കീ ഫ്രെയിം ഫസ്റ്റിലും അതുപോലെ എൻഡിലും ആയിട്ടാണ് സെറ്റ് ചെയ്യേണ്ടത്. സോ ഫസ്റ്റുള്ള കീ ഫ്രെയിമിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഒരു 1.09ലേക്ക് ചെറുതായിട്ടൊന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു 1.10 റേഞ്ചിൽ അത് ഇതേപോലെ ഫസ്റ്റിലേക്ക് സെറ്റ് ചെയ്യുക. രണ്ടാമതുള്ള കീ ഫ്രെയിമിൻ്റെ വാല്യൂ പറഞ്ഞാൽ കുറച്ച് കൊടുക്കുക, ഒരു 0.9ലേക്കൊക്കെ ഇതേപോലെ സെറ്റ് ചെയ്യുക. ആ ഒരു കീ ഫ്രെയിം ഇതേപോലെ എൻഡിലായിട്ടും സെറ്റ് ചെയ്യുക. ഇവിടെയും വന്ന് നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത ഒരു കർവില്ല, അത് ഇവിടെ കറക്റ്റായിട്ട് വന്നിട്ട് എന്ത് ചെയ്യുക പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ എഗെയിൻ നമ്മൾ എന്ത് ചെയ്യുക ആഡ് എഫക്ട്സിൽ വരിക. ആഡ് എഫക്ട്സിൽ വന്നിട്ട് ടർബുലൻ്റ് ഡിസ്പ്ലേസ് പറഞ്ഞ എഫക്റ്റ് ഉണ്ട്, അതാണ് നമ്മൾ അടുത്തതായിട്ട് ആഡ് ചെയ്യുന്നത്. അത് ഇതേപോലെ ഓപ്പൺ ചെയ്യുക. നമ്മളിവിടെ എക്സ് കൊടുക്കുക. ഓക്കെ, ആ ഒരു ലൈനിലുള്ള വാല്യൂ എക്സ് കൊടുക്കുക. നമ്മൾ സ്കെയിലിലേക്ക് വരിക. സ്കെയിൽ വന്നിപ്പോൾ 1ലായിരിക്കും ഉണ്ടാവുക. അത് നമ്മൾ നല്ല രീതിയിൽ കുറച്ച് കൊടുക്കുക. ഒരു 0.03ലേക്കൊക്കെ മാത്രമേ വേണ്ടുള്ളൂ, ഇത്ര മാത്രമേ വേണ്ടുള്ളൂ. അപ്പോൾ ഇത്ര മാത്രം നമ്മൾ എന്ത് ചെയ്യുക സെറ്റ് ചെയ്യുക. നമ്മൾ മുകളിലേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ സ്ട്രെങ്ത്ത് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും, ഇത് നമുക്ക് സെറ്റ് ചെയ്യണം. സോ ഫസ്റ്റ് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക ഇതേപോലെ. നമ്മൾ എന്ത് ചെയ്യുക 0.30 വന്നിട്ട് ഒരു കീ ഫ്രെയിം ഇതേപോലെ ആഡ് ചെയ്യുക. സോ ഇവിടെയുള്ള കീ ഫ്രെയിമിൻ്റെ വാല്യൂ പറഞ്ഞാൽ 0, 0.30 കീ ഫ്രെയിമിൻ്റെ വാല്യൂ 0 സെറ്റ് ചെയ്യുക. ഫസ്റ്റുള്ള കീ ഫ്രെയിമിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഒരു 0.1ലേക്കൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഈ ഒരു റേഞ്ചിൽ കറക്റ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ കർവ് എന്ന് പറഞ്ഞാൽ ഈ ഒരു തേർഡ് കർവ് എന്ത് ചെയ്യുക കറക്റ്റായിട്ട് അങ്ങ് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇത്രയാണ് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്യുന്നത്. നമ്മൾ എന്ത് ചെയ്യുക ബാക്ക് വരിക. എഗെയിൻ നമ്മൾ ആഡ് എഫക്ട്സിലേക്ക് വന്ന ശേഷം നമുക്ക് റാൻഡം ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു എഫക്റ്റ് ഉണ്ട്. അത് ഇതേപോലെ എന്ത് ചെയ്യുക സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമുക്ക് മാഗ്നറ്റ്യൂഡ് ഇപ്പോൾ 50 ആയിരിക്കും ഉണ്ടാവുക, അത് നമ്മളൊന്ന് ഒരു 30ലേക്കൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ എവല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടാകും രണ്ടാമതൊരു ഓപ്ഷൻ, അതിൽ നമ്മൾ 2 കീ ഫ്രെയിംസ് ആഡ് ചെയ്യണം, ഫസ്റ്റിലും അതുപോലെ എൻഡിലും. സോ ഇവിടെ നമ്മൾ ഫസ്റ്റുള്ള കീ ഫ്രെയിമിൻ്റെ വാല്യൂ 0 തന്നെയാണ്. ആ ഒരു കീ ഫ്രെയിം ഇതേപോലെ ഫസ്റ്റിലേക്ക് സെറ്റ് ചെയ്യുക. രണ്ടാമതുള്ള കീ ഫ്രെയിമിൻ്റെ വാല്യൂ ഒരു 5ലേക്ക് ഇതേപോലെ സെറ്റ് ചെയ്യുക. നമ്മൾ എൻഡിലായിട്ടും സെറ്റ് ചെയ്യുക. നമ്മൾ എന്ത് ചെയ്യുക ബാക്ക് വരിക. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ എഗെയിൻ ആഡ് എഫക്ട്സിലേക്ക് വരിക. എഗെയിൻ നമ്മൾ റാൻഡം ഡിസ്പ്ലേസ്മെൻറ്റ് പറഞ്ഞ എഫക്റ്റ് ഒന്നുകൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിൽ നമുക്ക് വന്നിട്ട് ഇവിടെ മാഗ്നറ്റ്യൂഡിലാണ് 2 കീ ഫ്രെയിംസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് ഒരു കീ ഫ്രെയിം ഇതേപോലെ ആഡ് ചെയ്യുക. 0.30 വന്നിട്ട് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. ഇതിൽ നമ്മൾ ഫസ്റ്റ് ആഡ് ചെയ്ത കീ ഫ്രെയിമിൻ്റെ വാല്യൂ നമ്മളൊരു 500ലേക്ക് സെറ്റ് ചെയ്യുക. ഇതേപോലെ സെറ്റ് ചെയ്തിട്ട് ഇതേപോലെ ഫസ്റ്റിലേക്ക് സെറ്റ് ചെയ്യുക. ഇവിടെ വന്ന് നമ്മൾ വന്നിട്ട് ഇവിടെ ഒരു കർവ് കൊടുക്കണം. ഇവിടുത്തെ കർവ് പറഞ്ഞാൽ നമ്മൾ തേർഡ് കർവ് കൊടുത്തിട്ട് ഈ ഒരു പോർഷൻ ഇതേപോലെ ഈ ഒരു സൈഡിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്മൾ എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ കീ ഫ്രെയിം മീൻസ് രണ്ടാമത്തെ ഓപ്ഷനിലേക്ക് വരിക. അവിടെയും വന്ന് ഫസ്റ്റ് ഒരു കീ ഫ്രെയിം 0.30 ഒരു കീ ഫ്രെയിം ഇതേപോലെ സെറ്റ് ചെയ്തിട്ട് രണ്ടാമത്തെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ വന്ന് നമ്മളൊരു 10ലേക്കൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇവിടെ ഫസ്റ്റത്തെ കീ ഫ്രെയിം ഇതേപോലെ ഫസ്റ്റിലേക്ക് ആക്കി കൊടുക്കുക. ഇവിടെ നമ്മൾ വന്നിട്ട് ഈ ഒരു കർവാണ് സെറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഈ ഒരു കർവ് എന്ത് ചെയ്യുക നിങ്ങൾ കറക്റ്റായി സെറ്റ് ചെയ്ത് കൊടുക്കുക. എഗെയിൻ നമ്മൾ ആഡ് എഫക്ട്സിലേക്ക് വരിക. ഇവിടെ നമുക്ക് ഡിസ്ട്രോഷൻ ആൻഡ് വാർപ്പ് ഉണ്ടാവും, അത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു ഇതിൽ ടൈൽസ് എഫക്റ്റ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സിൽ ആഡ് ചെയ്യുക. ഇവിടെ ഒന്ന് മിറർ ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതും സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ബാക്ക് വരിക. എഗെയിൻ നമ്മൾ ആഡ് എഫക്ട്സിൽ വരിക. ഡിസ്ട്രോഷൻ ആൻഡ് വാർപ്പിൽ വന്നിട്ട് പിഞ്ച് ബൾജ് പറഞ്ഞൊരു എഫക്റ്റ് ഉണ്ട്, അത് ഇതേപോലെ സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക റേഡിയസിൻ്റെ ഓപ്ഷൻ ഉണ്ട്. റേഡിയസിൻ്റെ ഓപ്ഷൻ വന്ന് ഇതേപോലെ നമ്മൾ ഫുള്ളാക്കി കൊടുക്കുക.
ദെൻ നമ്മൾ സ്ട്രെങ്ത്തിൻ്റെ ഓപ്ഷൻ വരുന്ന ഒരു സ്ഥലത്ത് ഇവിടെ സെൻറ്ററിലായിട്ടൊരു കീ ഫ്രെയിം, അതായത് 0.30 ഒരു കീ ഫ്രെയിം, അതുപോലെ എൻഡിലായിട്ടും ഒരു കീ ഫ്രെയിം. ഇവിടെ സെൻറ്ററിൽ ആഡ് ചെയ്ത കീ ഫ്രെയിമിൻ്റെ വാല്യൂ ഒന്ന് നമ്മൾ എന്ത് ചെയ്യുക 0ലേക്ക് സെറ്റ് ചെയ്യുക. ഇവിടെ എൻഡിൽ ആഡ് ചെയ്തതിൻ്റെ വാല്യൂ ഒന്ന് നമ്മൾ എന്ത് ചെയ്യുക ഒരു -1ലേക്ക്, അതായത് ഫുൾ നെഗറ്റീവ് ഇതേപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഒരു ഔട്ട് ആനിമേഷനാണ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്തത്. ദെൻ ഇവിടെ വന്ന് എന്ത് ചെയ്യുക നമ്മൾ എപ്പം കൊടുക്കുന്ന ആ ഒരു ഔട്ട് ഗ്രാഫ്, ഒരു ഔട്ട് കർവ് നമ്മൾ ഇതേപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക. സോ നമ്മുടെ ആ ഒരു ഷെയ്ക്ക് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചിട്ട് കണ്ടില്ലേ ഈ ഒരു രീതിക്ക്. ദെൻ ഈ ഒരു എഫക്റ്റ് നമ്മൾ എന്ത് ചെയ്യുക കംപ്ലീറ്റ് ആയിട്ട് കോപ്പി ചെയ്യുക, നമ്മൾ അടുത്ത ക്ലിപ്പിൽ വന്നിട്ട് ഇതേപോലെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. സോ ഇപ്പോൾ നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ നല്ലതാ ഈ ഒരു രീതിക്കുള്ള ഒരു ഷെയ്ക്ക് എഫക്റ്റ് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇത്രേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ ഒരു വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഇനി ഇതേപോലെ എഡിറ്റിംഗ് വീഡിയോസ് ലഭിക്കാൻ വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസുകളും പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്.